ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ വല്യമ്മ രാവിലെ തന്നെ കോവയ്ക്കൊക്കെ ഇറുത്തെടുക്കുകയാണ്. നമുക്കിന്ന് ചെറിയൊരു പണിയുണ്ട്, വേറൊന്നുമല്ല, പൊതിച്ചോറ് തയ്യാറാക്കുകയാണ് കേട്ടോ. ഇത് നമുക്കിതാ ഇത്രയും കോവയ്ക്കാണ് കിട്ടിയത്. ഒരുപാട് അങ്ങ് വിളഞ്ഞു പോയതല്ല കേട്ടോ, ഇളം പരുവമാണ്. പിന്നെ വല്യമ്മ അതിലേ കൂടെ പോയപ്പോൾ ഒരു പച്ചമുളകൊക്കെ ഇറുത്തെടുത്ത് നേരെ പണിയിലോട്ട് കടന്ന്. ഇത് അവിയലിനുള്ള കൂട്ടാണേ. ഇത് കോവയ്ക്ക അരിയുന്നത്. ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, വേറൊന്നുമല്ല, അതിനിടയ്ക്ക് എനിക്കും ചെറിയ പണികളൊക്കെ തന്ന്. അത് കഴിഞ്ഞ് നമ്മൾ പൊതിച്ചോറ് പൊതിയുന്ന തിരക്കിലായി. അങ്ങനെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഇപ്പോൾ ഈ വയ്ക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അവിയലാണ്. ഇത് എനിക്കും എൻ്റെ അമ്മയ്ക്കും ഉള്ള പൊതിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ചോറൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിതാ മാങ്ങ അച്ചാർ, ഇന്ന് തന്നെ ഇട്ട അച്ചാറാണേ. ഇനിയിത് നമ്മുടെ പൊരിച്ച മീനാണ്. പൊരിച്ച മീനിൽ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ തണ്ടാണ് വല്യമ്മ ഇപ്പോൾ എടുത്ത് മാറ്റിയത്. പിന്നെ ഇതാ നല്ല കാന്താരിയൊക്കെ വെച്ച് അരച്ച സൂപ്പർ ചമ്മന്തിയാണേ. പിന്നെ ഇതാ മുളക് പൊരിച്ചതാണേ. ഇത് നമ്മൾ സൂക്ഷിച്ച് കഴിക്കണം, കാരണം ചിലതിന് നല്ല എരിവായിരിക്കും, എന്നാൽ ചിലതിന് വലിയ എരിവും കാണൂല. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് മുട്ടയും കൂടെ വെച്ചപ്പം നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. പാചകം ഒരു കലയാണെന്ന് പറയുന്നത് പോലെ തന്നെ ഇല പൊതിയുന്നതും ഒരു കലയാണ്. കാര്യം എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇല പൊതിയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ദാ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്, ഇലയിലായാലും പേപ്പറിലായാലും. ദാ ഇനിയിപ്പോൾ റബ്ബറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.